അസുരന്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. വൈകുന്നേരമായതും ദശയുടെ അടുത്ത് വേദി വന്നിരുന്നു. വേദിയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നതുകൊണ്ട് ദശ കാര്യം ചോദിച്ചു. കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം ദശയോട് വേദിക പറഞ്ഞു. എന്റെ കൃഷ്ണ, ഞാൻ നെയ്തുകൂട്ടിയ സ്വപ്നം. ദശ പെറുത്തു. എന്താ? മുഖം ചുളിച്ച് വേദിക ചോദിച്ചു. അല്ല, അയാളെ കണ്ടപ്പോൾ തൊട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ലാപ്ടോപ്പ്, കല്യാണം, പിള്ളേരുടെ കല്യാണം, ചെറുമക്കൾ, അങ്ങനെ കുറേ സ്വപ്നം നെയ്തു കൂട്ടി. അയാളെ കണ്ടാൽ ആരാ മോഹിക്കാത്തത്? ഹോ, ദശ അത്ഭുതത്തോടെ പറഞ്ഞു. പൊന്നുമോളെ, ചെന്ന് ചാടിക്കൊടുക്കല്ലേ. അവന് പെണ്ണെന്നാൽ മാംസം മാത്രമാണ്. അതിലൊരു മനസ്സുണ്ട് എന്നൊന്നും അവൻ നോക്കില്ല. നീ സെന്റിമെന്റ് ഒന്നും കൊണ്ട് അവന്റെ മുന്നിൽ പോയി നിന്നാൽ നിന്റെ 16 അവങ്ങ് കഴിക്കും. കർമ്മങ്ങൾ ചെയ്യാൻ പോലും നിന്നെ കിട്ടില്ല. ഓർമ്മ വേണം. വേദിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൈ ചൂണ്ടി പറഞ്ഞു. പേടിപ്പിക്കല്ലേ ചേച്ചി പെണ്ണേ, ഇങ്ങനെ പറഞ്ഞാൽ ആരായാലും പേടിക്കും. ദശ കണ്ണുകൾ വിടർത്തി പറഞ്ഞു. സത്യമാണ് മോളെ, ഇന്ന് ആ ടീച്ചർ കരഞ്ഞതുകൊണ്ട് വല്ലാത്ത വേദന തോന്നി. പക്ഷെ ഒരു കൂസലും ഇല്ലാതെ അവൻ എന്തൊക്കെ പറഞ്ഞു. പാവം. വേദിയ ദശയുടെ അടുത്തിരുന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ ചെയ്തത് ശരിയാണോ? ദശ തിരിച്ചു ചോദിച്ചു. ഒരിക്കലുമില്ല. പക്ഷെ അവിടെ നഷ്ടം ആ ടീച്ചറിനാണ്, അവർക്ക് മാത്രമാണ്. മോളെ, അവൻ അസുരനാണ്, ഹൃദയമില്ലാത്തവൻ. അവനിൽ നിന്ന് ഇത്ര പ്രതീക്ഷിച്ചാൽ മതി. വേദിയ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കോളേജിന്റെ പുറകിൽ അവി, രുദ്രൻ, അവരുടെ കൂട്ടുകാർ എല്ലാവരും ഇരുന്ന് വെള്ളം അടിക്കുന്നു. എടാ അവി, ആ റാണി മോങ്ങുന്നത് എന്തിനാ? സമ്മതം പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ? രുദ്രൻ നാക്ക് കൊഴിഞ്ഞോട്ട് ചോദിച്ചു. അത് പിന്നെ നീ പെണ്ണു വേണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പെണ്ണിനെ കിട്ടിയില്ല, അതുകൊണ്ട് അഭി പറയാതെ നിർത്തി. അതുകൊണ്ട് സംശയത്തോടെ രുദ്രൻ ചോദിച്ചു. ആ ടീച്ചറിന് നിന്നോടൊരിഷ്ടം, അത് ഞാൻ അങ്ങ് മുതലാക്കി. രുദ്രന് മേഡത്തിന് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അഭി പറഞ്ഞു തരുന്നവന് രുദ്രൻ അഭിയെ ചവിട്ടി. പന്നക്കാ മോനെ, നീ ഇത് എന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു. രുദ്രൻ ദേഷ്യത്തിൽ അഭിയെ തല്ലി. മറ്റുള്ള കൂട്ടുകാർ അവനെ പിടിച്ചു മാറ്റി. പിന്നെ എനിക്ക് പെണ്ണു വേണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പെണ്ണിനെ കിട്ടാതായപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതിലെന്താണ് എൻ്റെ തെറ്റ്? അഭി അവന്റെ സൈഡ് ന്യായം പറഞ്ഞു. എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ പന്നമോനെ. രുദ്രൻ പിന്നെയും അവനെ അടിക്കാൻ പോയി. അഭി, നീ ഒന്ന് പോ, അവനൊന്ന് അടങ്ങട്ടെ. കുറച്ചുപേർ ചേർന്ന് അഭിയെ കൊണ്ടുപോയി. കോളേജ് ക്യാമ്പസിൽ എല്ലാ പിള്ളേരും കൂടി നിൽക്കുന്നു. പിള്ളേരൊക്കെ റാണിയെ പരിഹാസത്തോടെ നോക്കിക്കൊണ്ടു പോകുന്നു. ചിലർ ചിരിക്കുന്നു, ചിലർ എന്തൊക്കെയോ അടക്കം പറയുന്നു. റാണി ഒന്നും മനസ്സിലാതെ കൂടി നിന്ന പിള്ളേരെ തള്ളി മാറ്റിക്കൊണ്ട് അത് കയറി. ചുവരിൽ അവൾ കണ്ട കാഴ്ച അവളുടെ കണ്ണിനെ വറച്ചു. നിന്നെ ഞാൻ പ്രാപിക്കുമ്പോൾ നിന്റെ കാമം കൊണ്ടുള്ള നിന്റെ പ്രകടനം ഇതുവരെ ഞാൻ ഒരു പെണ്ണിലും കണ്ടില്ല. ആദ്യമായി ഞാൻ അനുഭവിച്ച ആ അനുഭൂതി ഇനിയും വേണം. ആ കുറിപ്പിന്റെ അടിയിൽ നഗ്നയായി മതിമറന്നു കിടക്കുന്ന ഒരു സ്ത്രീ ചിത്രം, അതിന് റാണിയെന്നും മറ്റൊരു പുരുഷന്റെ ചിത്രം അതിന് രുദ്രയെന്നും വരച്ചു വെച്ചിരുന്നു. പ്രിൻസിപ്പൽ ഇത് കണ്ട് ദേഷ്യത്തിൽ മായ്ക്കാൻ പറഞ്ഞു. റാണി, ഓഫീസിൽ വാ, പ്രിൻസിപ്പൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പോയി. റാണി വിറയലോടെ തലവുമിട്ടുകൊണ്ടുപോയി. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അതൊന്നും അവൾ കേട്ടില്ല. രുദ്രൻ ആ ചിത്രം കണ്ട് ഞെട്ടലോടെ അവിയെ നോക്കി. എന്താടാ ഇത്? ഞെട്ടൽ മാറാതെ അവി ചോദിച്ചു. ആ, ആർക്കറിയാം, എന്തായാലും ഞാനല്ല, നമുക്ക് പോവാം. അവിയെ കൊണ്ട് രുദ്രൻ ക്ലാസ്സിൽ പോയി. ഓഫീസ് റൂമിൽ റാണി മാഡം, എന്തൊക്കെയത്? ദേഷ്യത്തിൽ പ്രിൻസിപ്പൽ ചോദിച്ചു. റാണി ഒന്നും മിണ്ടാതെ കരയുമായിരുന്നു. ആ സമയം രുദ്രൻ ഓഫീസിൽ കയറി. രുദ്ര, എന്തൊക്കെയാ നടക്കുന്നത്? പ്രിൻസിപ്പൽ ദേഷ്യത്തിൽ ചോദിച്ചു. സാറേ, ഇവളെ ഒരു രാത്രി ഞാൻ കൊണ്ടുപോയി, അതിനുള്ള കാശും കൊടുത്തു വിട്ടു, അതോടെ തീർന്നു. അല്ലാതെ ഈ ചൂരിൽ കാണിച്ചതിന് എനിക്കൊരു പങ്കുമില്ല. ഞാൻ ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. രുദ്രൻ അലസതയോടെ പറഞ്ഞു. റാണി ഒന്നും മിണ്ടാതെ കരഞ്ഞു. റാണി, നിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പ്രിൻസിപ്പൽ ദേഷ്യത്തിൽ പറഞ്ഞു.
റാണി ഞെട്ടലോട് പ്രിൻസിപ്പാളിനെ നോക്കി. എന്നാ ശരി സാറേ, ഞാനങ്ങോട്ട്. രുദ്രൻ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. റാണി, നീ കുറച്ചു ദിവസം മാറി നിൽക്ക്. ഇവന് ശിക്ഷ കൊടുക്കാൻ എനിക്കാകില്ല, പേടിയാ. അതുകൊണ്ടാ നിന്നെ. പ്രിൻസിപ്പൽ പറഞ്ഞുകൊണ്ട് കത്തിന് നീട്ടി. റാണി കണ്ണുടച്ചുകൊണ്ട് അതിനെ മേടിച്ചോണ്ട് പോയി. പരിഹാസത്തോടെ എല്ലാവരും നോക്കുന്നു. പരസ്പരം എന്തോ പറഞ്ഞു ചിരിക്കുന്നു. റാണി പോകുന്ന നേരം അവളുടെ മുന്നിൽ അഭി വന്നിരുന്നു. സോറി മാഡം, ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല, അഭി വേദനയോടെ പറഞ്ഞു. റാണി ഒന്നും മിണ്ടാതെ പുച്ഛത്തോട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നുപോയി. ഇതൊക്കെ വേദിക ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു. അവളുടെ ഉള്ളിൽ രുദ്രനോടുള്ള അമർഷം നിറഞ്ഞു പൊങ്ങി. എടി, നീ എങ്ങോട്ടാ പോകുന്നത്? വേദിക ദേഷ്യത്തിൽ പോകുന്നതുണ്ട് ഞെട്ടലോടെ മെർലിൻ ചോദിച്ചു. വേദിക അതൊന്നും കേൾക്കാതെ രുദ്രന്റെ അടുത്ത് പോയി. നിങ്ങളൊരാണാണോ? ആ പാവം മേഡം ഇങ്ങനെ തെറ്റിയാരായി പോയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. നീ അവരുടെ കൂടെ കിടന്നല്ലോ. അതിനെന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? വെറുതെയാണോ നിന്റെ അമ്മ ചത്തത്? ഇനി നീ എങ്ങാനും ആ സ്ത്രീയെ പീഡിപ്പിച്ച് കൊന്നതാണോ എന്ന് ആര് കണ്ടു? നിനക്ക് മാംസമല്ലയോ പെണ്ണെന്നാൽ? വേദിക പറഞ്ഞു തരുന്നവനെ അവളുടെ കവിളിൽ രുദ്ര ആഞ്ഞു തല്ലി. വേദിക വേദന കൊണ്ട് കവിളിനെ പൊത്തി. രുദ്രന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. വേദിക ദേഷ്യത്തിൽ വിറച്ചു. നിനക്ക് എത്ര ധൈര്യം വേണം എന്റെ മുന്നിലൊന്ന് നിന്റെ തൊള്ള തുറക്കാൻ? നീ വരുന്നോ എന്റെ കൂടെ അന്തി ഉറങ്ങാൻ? അല്ല, നിനക്കുണ്ടോ കൊതി? പന്നമോളെ, ഞാൻ അവളുടെ കൂടെ കിടന്നത് സത്യമാണ്. അത് ഞാൻ പരസ്യമാക്കിയില്ല. മേലാൽ എന്നെ ചൊറിയാവുന്നാലുണ്ടല്ലോ. പല്ലും കടിച്ചോണ്ട് രുദ്രൻ പോയി. മെർലിൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചോണ്ട് വന്നു. വീട്ടിൽ വന്നതും വേദിയ ദശയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് ദശ വേദിയെ ചേർത്ത് പിടിച്ചു. ചേച്ചി, അവനോട് പോയി ചോദിക്കാൻ ധൈര്യം കിട്ടിയതെങ്ങനെ? ദശ വായും പൊളിച്ചോണ്ട് ചോദിച്ചു. നിനക്കിപ്പോൾ അതാണോ സംശയം? അതുകൊണ്ടല്ലേ എന്റെ കവിൾ ചൂന്നിരിക്കുന്നത്. ധൈര്യം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. കവിളിൽ തലോടിക്കൊണ്ട് വേദിയ പറഞ്ഞു. മക്കളെ, ഉണ്ണിത്താൻ വിളിച്ചോണ്ട് മുറിയിൽ വന്നു. എന്താച്ചാ? വേദിക ചോദിച്ചു. മോളുടെ കോളേജിലെ റാണി ടീച്ചറിനെ അറിയാമോ? ഉണ്ണിത്താൻ സംശയത്തോടെ ചോദിച്ചു. ആ, അറിയാം. എന്താച്ചാ? പേടിയോടെ വേദിയ ചോദിച്ചു. ആ ടീച്ചർ മരിച്ചു. കൊന്നതാ മോളെ. കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരു ചെക്കനാണെന്ന് മാത്രം അറിയാം. എന്തായാലും മോളെ നോക്കിയെടുത്ത് പോ, പേടിയോടെ ഉണ്ണിത്താൻ പറഞ്ഞു. വേദിയ തളർന്ന് കട്ടിലിരുന്നു. ചേച്ചി, ആ രുദ്ര ആയിരിക്കുമോ അത് ചെയ്തത്? സംശയത്തോടെ ദശ ചോദിച്ചു. ആ, അറിയില്ല, വിറയലോടെ വേദിക പറഞ്ഞു. കോളേജ് അടച്ചുപൂട്ടി. സംശയത്തിന്റെ പേരിൽ രുദ്രനെ അറസ്റ്റ് ചെയ്തു. പോലീസ് വേദിയെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. എന്താ മോളെ, എന്തിനാ പോലീസ് നിന്നെ വിളിച്ചത്? പേടിയോടെ ഉണ്ണിത്താൻ ചോദിച്ചു. ആ ടീച്ചറെ കുറിച്ച് തെളിവ് ചോദിക്കാൻ വേണ്ടിയാ. മനസ്സില്ല മനസ്സോടെ വേദിയ കൂടെ പോയി. ഉണ്ണിത്താൻ പോകാൻ പോയതും. അച്ഛാ, വേണ്ട, ഞാൻ പോയി വരാം, പേടിക്കണ്ട, വേദിയ പറഞ്ഞുകൊണ്ട് ജീപ്പിൽ കയറി. വേദിയ പോലീസ് സ്റ്റേഷനിൽ പോയി. അവളുടെ മുന്നിൽ രുദ്രൻ നിന്നു. വേദിയ മേഘനല്ലയോ? എസ് ഐ ചോദിച്ചുകൊണ്ട് അടുത്തു വന്നു. കുട്ടിക്ക് ഇവനെ അറിയാമോ? രുദ്രനെ എസ് ഐ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. വേദിയ പേടിയോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞു. രുദ്രൻ കൂർത്ത നോട്ടം അവൾക്ക് കൊടുത്തു. അറിയാം, രുദ്രൻ. എല്ലാവരും ഇവനെ അസുരെന്ന് വിളിക്കും. വേദിയ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചോണ്ട് പറഞ്ഞു. ഇവനും റാണി ടീച്ചറിനും എന്താണ് പ്രശ്നം? എസ് ഐ ചോദിച്ചു. രുദ്രനെ വേദിയ പേടിയോടെ നോക്കി. പേടിക്കണ്ട, പറയൂ, എസ് ഐ സാവകാശത്തോടെ ചോദിച്ചു. വേദിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡീ, രുദ്ര അലറി. വേദിയ പേടിയോടെ പിന്നിലോട്ട് പോയി. ഞാൻ പറഞ്ഞു, അവളോട് ഇരുന്നത് സത്യമാണ്. പക്ഷെ അവളെ പരസ്യമായി അവമാനിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല. കൊന്നിട്ടുണ്ട് ഈ രുദ്രൻ കള്ളം പറയില്ല. രുദ്രൻ ദേഷ്യത്തിൽ അലറി. പേടിയോടെ വേദിയ നോക്കി. രുദ്രൻ കൊന്നു എന്നത് സത്യമാണോ? പോലീസ് പിന്നെയും ചോദിച്ചു.
അറിയില്ല. ഞാൻ പറഞ്ഞതൊരു സത്യമാണ്. പക്ഷെ കൊന്നത് എനിക്കറിയില്ല. പേടിയോട് വേദിക പറഞ്ഞു. അവളുടെ വാക്കിൽ വിശ്വാസം വന്ന എസ് ഐ അവളെ പോകാൻ പറഞ്ഞു. രുദ്രൻ കുടുങ്ങി എന്ന സന്തോഷം എസ് ഐയുടെ മുഖത്ത് കണ്ടു. രുദ്രൻ 2 ദിവസം ആകുന്നതിന് മുന്നേ പുറത്തിറങ്ങി. വേദിക കോളേജിൽ പോവാതെയായി. വേദിക വരാൻ വേണ്ടി രുദ്രനും കാത്തിരുന്നു. ഇനി എന്താണ് ഉണ്ടാകുന്നത്? രുദ്രനാണോ റാണിയെ കൊന്നത്? രുദ്ര അല്ലെങ്കിൽ റാണിയെ കൊന്നത് ആരാ? വേദിക രുദ്രൻ പോരാട്ടം എന്താകും? കാത്തിരുന്ന് കാണാം. തുടരും.